മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഈ മുരിങ്ങ പോലെ വളരെ പ്രിയങ്കരമായ ഒരു വിളയാണ് അഗസ്ത്യച്ചീര എന്ന് പറയുന്നത്. അഗസ്ത്യച്ചീരയ്ക്ക് വേറെ പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പം ഈ അടുത്ത കാലത്തായിട്ട് അഗസ്ത്യച്ചീരയുടെ ആരോഗ്യഗുണങ്ങൾ എല്ലാവർക്കും അറിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഗസ്ത്യച്ചീരയുടെ തൈ നമ്മൾ വിത്തിട്ട് തൈ കിളിപ്പിച്ചാണ് നടുന്നത്. ഇതിൻ്റെ പൂവ്, ഇല, പൂവും ഇലയും കായും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള അഗസ്ത്യച്ചീര രണ്ട് നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് വെളുത്ത നിറത്തിലുള്ള പൂക്കളും ചുവന്ന നിറത്തിലുള്ള പൂക്കളും. ഞാൻ രണ്ട് നിറത്തിലുള്ള അഗസ്ത്യച്ചീരയും നട്ടിട്ടുണ്ട്. ഇത് ചുവന്ന പൂക്കൾ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ മുട്ടുകളൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് എനിക്ക് തോന്നുന്നൊരു 15-20 ദിവസമേ ആയുള്ളൂ. ഇത് ഞാൻ നഴ്സറിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പം നട്ട സമയത്ത് ഞാൻ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാരവും ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് മണ്ണ് ഇളക്കി ആണ് നട്ടത്. അതിൻ്റെ തന്നെ അറിയാനുണ്ട്, നല്ല ശക്തിയായ രീതിയിൽ കിളിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ 15-20 ദിവസം ആയപ്പോൾ പുതിയ ഇലകളും ശാഖകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പിന്നെ ഇത് ഒരുപാട് ഉയരത്തിൽ പോകാതിരിക്കാൻ നമ്മുടെ അത്ര തന്നെ ഹൈറ്റ് ആവുന്നുണ്ട്, നമ്മുടെ അത്ര തന്നെ ഉയരമാവുന്നുണ്ടെങ്കിൽ മണ്ട ഒന്നും ഉള്ളിൽ കൊടുക്കാമെങ്കിൽ അത് ഒരു കുട പോലെ വളർന്നിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഫലങ്ങൾ എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന വളങ്ങളാണ് ഞാൻ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നോക്കിയാട്ടെ, ഞാനിതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട് എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു കൈ എല്ലുപൊടി രണ്ടായിട്ട് ഇട്ട് കൊടുത്തതാണ്. ഒരു കൈ എല്ലുപൊടി രണ്ടായിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനിയും കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. എല്ലാ സസ്യങ്ങൾക്കും നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കണം. നല്ല രീതിയിൽ പരിചരിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും ആദായം കിട്ടൂ. കാരണം മണ്ണിൻ്റെ ഫലഭൂഷ്ഠ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. രാസവളങ്ങളുടെ ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കൃഷികളൊന്നും ഇല്ലാതെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മഴ പെയ്ത് വെള്ളം ഒലിപ്പിച്ച് മണ്ണിൻ്റെ പോഷക ഗുണങ്ങളിലൊക്കെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അളവ് നമ്മുടെ പല പുരയിടങ്ങളിലും കുറവാണ്. അതുകൊണ്ട് തന്നെ വേപ്പിൻ പിണ്ണാക്ക് പോലുള്ള വളങ്ങൾ വിതറി കൊടുക്കേണ്ടത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കാരണം വിരകളുടെ ശല്യങ്ങൾ കുറയ്ക്കാനും വാട്ടർ രോഗങ്ങൾ മാറാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനി, ഒപ്പം ഇതൊരു വളം കൂടിയാണ്. പിന്നീട് നമ്മൾ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് അത്യാവശ്യം ഇട്ട് കൊടുക്കേണ്ട ഒരു വളമാണ് ചാരം. ചാരം നമ്മൾ ഈ ദീർഘകാല വിളയാണ് ഈ പറയുന്ന അഗസ്ത്യച്ചീരയൊക്കെ. അപ്പോൾ ചാരം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഒരു 4 കൈ ചാരം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് കായ്കളാവുന്നുണ്ടേ, അതായത് ഇപ്പോൾ മുട്ടുകളൊക്കെ കായ്കളൊക്കെ ആയിക്കഴിയുന്നുണ്ടേ, ഈ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ വെള്ളത്തിൽ കുതിർത്ത് ഒരു 15 ദിവസം വരെ വെള്ളത്തിൽ കിടക്കണം. അങ്ങനെ അത് ലയിച്ച ലായനി വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു 10 ഇരട്ടിയോളം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. പൂക്കൾ വളരെ സ്വാദിഷ്ടമാണ്, ശരീരത്തിന് ഗുണപ്രദമാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ, ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ ഒക്കെ കാണാൻ, ആ വിവരങ്ങൾ ശേഖരിക്കാൻ, ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ഏകാന്തതയും വിരസതയും ഒക്കെ മാറി നമുക്ക് സജ്ജമായ ഒരു മനസ്സും ഒരു ശരീരവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് മണ്ണിൽ അല്പസമയം പണിയെടുക്കുന്നത് വളരെ നല്ലതാണ്. മണ്ണിൽ പണിയെടുത്ത് വിശക്കുമ്പോൾ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് ഏറെയാണ്. അതുപോലെ തന്നെ മണ്ണിൽ പണിയെടുത്ത് ക്ഷീണിക്കുമ്പോൾ ഇളം കാറ്റ് ഏൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഒരു ഏസിക്കും തരാൻ പറ്റാത്തതാണ്. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉന്മേഷം നിലനിർത്താൻ, ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കാനൊക്കെ ലഘു രീതിയിലുള്ള കൃഷികൾ നമ്മളെ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിവിധ പേരുകളിൽ ഒക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഒരു പരിധിവരെ കാരണം മണ്ണുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചേ മതിയാവും. കാരണം മറ്റെല്ലാ ജീവജാലങ്ങളും മണ്ണുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മനുഷ്യർ മാത്രം മണ്ണിൽ നിന്നിരിക്കാൻ ശ്രമിക്കുന്നതിന് ഫലമായിട്ട് നമ്മളുണ്ടാക്കുന്ന ധനം പിൽക്കാലത്ത് നമ്മുടെ രോഗങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കൊണ്ടിരിക്കുന്നു.
മനസ്സമാധാനം നഷ്ടപ്പെട്ട് ആരോഗ്യം ക്ഷയിച്ച് നമ്മൾ മറ്റുള്ളവരുടെ പിന്നെ പുച്ഛത്തിനും ഒക്കെ പാത്രീഭവിച്ച് ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് അല്പം കൃഷി ആകാം. ഉള്ള സ്ഥലത്ത് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. അവിടെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം അവർക്ക് എല്ലാവിധ സ്നേഹാദരവും ഞാൻ അറിയിക്കുന്നു. അപ്പം ഇതിൻ്റെയും കൂടെ നമുക്ക് മണ്ണ് വളമിട്ടതിന് ശേഷം മണ്ണ് നമുക്കിട്ട് കൊടുക്കണം. ഏതൊരു ചെടിക്കായാലും വളം ഇടുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാവണേ. അതുപോലെ തന്നെ വളമിട്ടതിന് ശേഷം ആ വളത്തിന് മുകളിൽ നമ്മൾ മണ്ണിടേണ്ടതും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ വളവും വെള്ളവും തമ്മിൽ യോജിപ്പിച്ച് നല്ല രീതിയിൽ വിളവ് നമുക്ക് ലഭ്യമാക്കത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.